ഗീതാജ്ഞാനം പരമപവിത്രം സർവപ്രാപ്തി സമ്പന്നം. നമ്മളിന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 6-ാം അധ്യായം ധ്യാനയോഗത്തിലെ 5-ാമത്തെ ശ്ലോകം, വളരെ പ്രകീർത്തിക്കപ്പെട്ടൊരു ശ്ലോകമാണിത്. അതാണ് നമ്മൾ നോക്കുന്നത്. ഉദ്ധരേതാത്മനാത്മാനം ആത്മാനമവസാദയേത് ആത്മൈവ ഹാത്മനോ ബന്ധുർ ആത്മൈവ രിപുരാത്മനഃ. ആത്മാവിനെ ആത്മാവിനാൽ ഉയർത്തണം, ആത്മാവിനെ അധപ്പതിപ്പിക്കരുത്. എന്തെന്നാൽ ആത്മാവിൻ്റെ ശത്രുവും ബന്ധുവും ആത്മാവ് തന്നെയാണ്. നമ്മൾ ഇതുവരെ നമ്മുടെ ജീവിതത്തിലെ വളരെയധികം പരാതി പറയുന്നവരും വളരെയധികം പരിഭവമുള്ളവരുമായിരുന്നിരിക്കും. നമ്മുടെ കഷ്ടതകൾക്കും നമ്മുടെ ദുഃഖങ്ങൾക്കും നമ്മൾ വിധിയെ പഴിചാരുന്നു, ബന്ധുമിത്രാദികളെ നമ്മൾ കുറ്റം പറയുന്നു, നമ്മൾ ദൈവത്തെ കുറ്റം പറയുന്നു, നമ്മുടെ പ്രയാസങ്ങളുടെ കാരണം ദൈവമാണ്, ദൈവത്തിൽ നമ്മൾ കുറ്റം ആരോപിക്കുന്നു. അങ്ങനെ കണ്ടമാനം കരഞ്ഞ് പരിതപിച്ച് പരാതി പറഞ്ഞ് താഴേക്ക് പോയ മനുഷ്യരാണ് ഇന്ന് ലോകത്തുള്ളത്. അവരോട് ഈശ്വരൻ പറയുകയാണ്, അവരവരെ ഉയർത്തണം, അവരവരെ താഴ്ത്തരുത്. അതായത് നമ്മുടെ വിധി നിർണയിക്കുന്നത് നമ്മൾ തന്നെ, നമ്മുടെ കർമ്മമാണ്. ശാരീരികമായും മാനസികമായും ബൗദ്ധികമായും ആത്മീയമായും നമ്മളെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ ദുഃഖങ്ങൾക്കും നമ്മുടെ കഷ്ടതകൾക്കും നമ്മുടെ വേദനകൾക്കും കാരണം നമ്മുടെ തന്നെ കർമ്മമാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ ചുമലിൽ വയ്ക്കാൻ ശ്രമിക്കാതെ സ്വന്തം ചുമലിലെടുത്ത് അത് ഇല്ലാതാക്കാനുള്ള പ്രയത്നത്തിൽ നമ്മൾ ഓരോരുത്തരും ഏർപ്പെടണം. നമ്മൾ ഈശ്വരനെ കുറ്റം പറഞ്ഞതുകൊണ്ടോ വിധിയെ പഴിച്ചതുകൊണ്ടോ മറ്റുള്ളവരുടെ മേലെ നമ്മുടെ കഷ്ടതകൾക്ക് കുറ്റം ആരോപിച്ചതുകൊണ്ടോ പരിഹാരമില്ല. ഈശ്വരൻ പറയാണ്, പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് കൊണ്ടുവരേണ്ടത്. കാരണം എന്ന് പറഞ്ഞിരിക്കാതെ കാരണങ്ങൾക്ക് നിവാരണം കണ്ടെത്തി അത് ജീവിതത്തിൽ നടപ്പിലാക്കുകയാണോ വേണ്ടത്. അതിന് ഈശ്വരൻ സഹായിക്കും. ഗീതാജ്ഞാനം ഭഗവാൻ നമുക്ക് നൽകുന്നത് നമ്മുടെ വിധിയെ, അതായത് നമ്മളുണ്ടാക്കിയ നമ്മുടെ കർമ്മങ്ങളുടെ കുരുക്കിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാനാണ്. അതിനെ തേര് തെളിക്കാൻ ഈശ്വരൻ തയ്യാറാണ്. എന്നാൽ ഈശ്വരൻ്റെ ശ്രീമതം അനുസരിച്ച് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കി നമ്മുടെ ജീവിതത്തെ ഉയർത്തേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക. നമ്മൾ ഉയരുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ ഉയരുകയാണ്, നമ്മുടെ സമൂഹം ഉയരുകയാണ്. അതുകൊണ്ട് സമൂഹത്തെയും കൂടെയുള്ളവരെയും നമുക്ക് ഉയർത്തണമെങ്കിൽ നമ്മൾ സ്വയം ഉയരണം. ഉയരുക എന്ന് പറയുമ്പോൾ എന്താണ്? സ്ഥൂലമായ പദവിയും സ്ഥൂലമായ കുറേ സമ്പത്തും മാത്രമല്ല. പകരം എന്താണ് നമുക്ക് ആവശ്യം? ആത്മീയമായ ഔന്നിത്യം, കരുത്തുള്ള ഒരു മനസ്സ്, പ്രതിസന്ധികളിൽ തളരാത്ത ഒരു മനസ്സ്, ജീവിതം ഉത്സാഹപൂർവ്വം കൊണ്ടുപോകാനുള്ള ഒരു കഴിവ്, തടസ്സങ്ങളെയും വിഘ്നങ്ങളെയും വകവയ്ക്കാതെ മുന്നോട്ട് പോയി ആ വിഘ്നങ്ങളെ നശിപ്പിച്ച് ജീവിതത്തിൽ വിജയം നേടുന്ന വിഘ്ന വിനാശകരായി നമ്മൾ മാറണം. നമ്മൾ വിഘ്ന വിനാശക പൂജ ചെയ്ത് ഗണപതി പൂജ ചെയ്തിട്ട് ഏത് കാര്യവും സമാരംഭിക്കുകയുള്ളൂ. ഗണത്തിൻ്റെ പതി, ഇന്ദ്രിയങ്ങളുടെ പതിയായി മാറി ഈശ്വരൻ്റെ പുത്രനാണ് ഞാനെന്നുള്ള സ്മൃതിയിൽ ജീവിതത്തിൽ വരുന്ന വിഘ്നങ്ങളിൽ കരയാതെ തളരാതെ തങ്ങി നിൽക്കാതെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്ത് ജ്ഞാനത്തിലൂടെയും യോഗത്തിലൂടെയും നമ്മൾ ആർജിച്ചെടുക്കണം. അങ്ങനെ വിഘ്നങ്ങളെ അതിജീവിച്ച് അനുഭവത്തിൻ്റെ സമ്പത്തുമായി കരുത്തുള്ള മനുഷ്യരായിട്ട് നമുക്ക് പോകണം. ഗീത എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ജീവിതത്തിൻ്റെ ദ്വന്ദ്ങ്ങളിൽ പതറാത്ത മനസ്സുള്ളവർ, സമഭാവത്തിലുള്ളൊരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഒരു മാനസിക സ്ഥിതി ഉണ്ടാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് എന്ന് മനസ്സിലാക്കുക. അത് മറ്റുള്ളവരല്ല. മറ്റുള്ളവർ ചിലപ്പോൾ സഹയോഗം നൽകിയെന്നിരിക്കും, ചിലപ്പോൾ അതിന് വിപരീതമായി നിന്നിരിക്കും, അവർ തടസ്സം നിന്നിരിക്കും. ഇത് മറ്റുള്ളവരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ അവരവരുടെ കയ്യിൽ ഏറ്റെടുത്ത്
നമ്മളെ ഉയർത്താനുള്ള ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തെ നമ്മൾ കരുപിടിപ്പിക്കാനാണ് ഈശ്വരൻ പറയുന്നത്. അങ്ങനെ കരുപിടിപ്പിക്കാനുള്ള സാകാരാത്മകമായ രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ നമ്മുടെ ബന്ധുവാണ്. എന്നാൽ പരാതി പറഞ്ഞ് അവസാനം വിഷാദ രോഗങ്ങളിലേക്ക് പോയി മയക്കുമരുന്നിന് അടിമപ്പെട്ട് മദ്യത്തിന് അടിമപ്പെട്ട് നമ്മുടെ ജീവിതം തകർക്കുമ്പോഴും അങ്ങനെ എത്ര തകർക്കപ്പെട്ട ജീവിതങ്ങളാണ് നമ്മൾ കാണുന്നത്. വിധിയെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരൻ പറയാണ്, ഈ പുലമ്പലൊന്ന് നിർത്തിയിട്ട് നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്ത് ഉയരാൻ നമ്മൾ ശ്രമിക്കുക. തളർന്നിരിക്കരുത്. ജീവിതത്തിൻ്റെ മേഖലകളിൽ തളർച്ചകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഈ കാലഘട്ടത്തിൽ കൂടുതലാണ്. മാനസികമായ വളരെയധികം പ്രശ്നങ്ങൾ ലോകത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുന്നു പോയാൽ, നിന്നു പോയാൽ നമ്മൾ വീണു പോകും. തീവണ്ടിയിൽ നമ്മൾ കയറി യാത്ര ചെയ്യുമ്പോൾ ധാരാളം പേര് തീവണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു, ധാരാളം പേരിടയ്ക്ക് തീവണ്ടിയിൽ കയറുന്നു. തീവണ്ടി നിൽക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇറങ്ങുന്നവരെയും ശ്രദ്ധിക്കുന്നില്ല, കയറുന്നവരെയും ശ്രദ്ധിക്കുന്നില്ല. അതേപോലെ ഈ കാലം അതിൻ്റെ യാത്ര അനുസ്യൂതമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇറങ്ങുന്നവരെയും കയറുന്നവരെയും തൽക്കാലം ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ഈ കാലത്തിലൂടെ പോകേണ്ടത് നമ്മുടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ നമ്മൾ കരുപിടിപ്പിക്കുക. നമ്മൾ ഓരോരുത്തരും ഒരു ലക്ഷ്യം വയ്ക്കണം. ശാരീരികമായി ആരോഗ്യമുള്ളവരാകാനുള്ള ലക്ഷ്യം, സാമ്പത്തികമായ ഭദ്രതയ്ക്കുള്ള ഒരു ലക്ഷ്യം, മാനസികമായി കരുത്തുള്ളവരാകാനുള്ള ലക്ഷ്യം, ബൗദ്ധികമായി കുറച്ചും കൂടി ഉയരാനുള്ള ലക്ഷ്യം. ആ ലക്ഷ്യം അത് ചെറിയ കാലയളവിലെയും വലിയ കാലയളവിലെയും ചില ലക്ഷ്യങ്ങൾ നമ്മൾ കണ്ടെത്തി ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇവിടെ മത്സരമില്ല, മറ്റുള്ളവരോട് ഇക്കാര്യത്തിൽ നമുക്ക് മത്സരമില്ല. അതിൽ മത്സരം വന്നോ ആ യാത്രയുടെ സുഖം നമുക്ക് നഷ്ടപ്പെടും. മറ്റുള്ളവരെയും കൂടി കൂടെ കൊണ്ടുപോകാൻ വേണ്ടി, അവരെയും കൂടി ഉയർത്താൻ വേണ്ടി, അവരെന്നേക്കാളും മുന്നോട്ട് പോയിക്കോട്ടെ എന്നുള്ള ആശംസകളോടുകൂടി നമ്മളെ ഓരോ നിമിഷവും നമ്മുടെ ജീവിതം ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്കായിരിക്കണം. ഇന്നലേതുപോലെ ആയിരിക്കരുത് ഇന്ന് ഞാൻ കുറച്ചുകൂടി ഉയർന്നവനായിരിക്കണം. ഞാൻ ഓരോ മേഖലകളിലും, അതായത് എൻ്റെ ശാരീരികമായി മാനസികമായി എല്ലാ മേഖലകളിലും നമ്മളെ ഉയർത്തിക്കൊണ്ട് ഇരിക്കുക. അങ്ങനെ ആരാണോ അവരവരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അർജുന, അവരുടെ ബന്ധുവാണ്. ആരാണോ മറ്റുള്ളവരെല്ലാം പഴി പറഞ്ഞ് നിരാശ ബാധിച്ച് മനസ്സ് തളർന്ന് ഇരിക്കുന്നത്, അർജുന എനിക്ക് സഹായിക്കാൻ പറ്റുമെന്ന് നീ വിചാരിക്കേണ്ട. അങ്ങനെയുള്ളവരെ അവരവരുടെ ഉത്തരവാദിത്വം അവരവരെ ഏറ്റെടുത്ത് ജീവിതം ഉത്സാഹമുള്ളതാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും മുന്നോട്ടേക്ക് വരണം. ഓം ശാന്തി.